വീക്കെൻഡായിട്ട് എന്താ എല്ലാവരുടെയും പരിപാടി? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും എവിടെയാണ് വീക്കെൻഡായിട്ട് കറങ്ങാൻ പോകുന്നത്? എൻ്റെ വേറൊരു വീക്കെൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും നമ്മളെ വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഓരോ വെറൈറ്റിക്ക് പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോവാ. വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ. എവിടേക്കാന്നല്ലേ? ഞങ്ങളുടെ കൂടെ പോരെ, അപ്പം കാണാമല്ലോ എവിടേക്കാണെന്ന്. നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ദിവസമാണല്ലോ വീക്കെൻഡ്. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കും. ഇന്നിപ്പം ഞങ്ങൾ പുറത്ത് പോകുന്നത് കൊണ്ട് വണ്ടിയിലിരുന്നാണ് എല്ലാവരോടും സംസാരിച്ചത്. നമ്മൾ എവിടെയെങ്കിലും ലോങ് പോവുകയാണെങ്കിൽ തക്കുവിൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്നറിയാമോ? എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യവും ഒരു പേപ്പറും പേനയും എടുത്തുകൊണ്ടാണ് വണ്ടിയെ കയറിയത്. മെയിൻലി കളിക്കുന്നത് നെയിം പ്ലേസിങ് ആനിമൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് വേർഡ്, മനസ്സിലെന്തെങ്കിലും ഒരു വേർഡ് സങ്കല്പിച്ചിട്ട് ലൈൻ ഇടും. എന്നിട്ട് നമ്മൾ A to Z ആൽഫബറ്റ്സ് പറയിപ്പിക്കുക, എന്നിട്ട് ആ വേർഡ് കണ്ടുപിടിപ്പിക്കുക നമ്മളെ കൊണ്ട്. ഇതൊക്കെയാണ് തക്കുവിൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. ഞങ്ങൾ വന്നതേ നിഷ ചേച്ചിയെയും അജയേട്ടനെയും കാണാനാണ്. അപ്പോൾ അവർ അബുദാബിയിലാണുള്ളത്. ഞങ്ങൾ അബുദാബിയിലോട്ടാണ് വന്നത്. അവിടെ ചെന്നപ്പോൾ ഷാലറ്റുണ്ട്, മാർട്ടിനുണ്ട്, സജിലിയേട്ടനുണ്ട്, ഹുസ്നയുണ്ട്. ഷാലറ്റിനെയും മാർട്ടിനെയും നിങ്ങൾക്ക് അറിയാമല്ലോ. സജിലിയേട്ടനും ഹുസ്നയും ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അടുത്ത പരിപാടി എന്താ? ഒരു ഗ്യാതറിംഗ് ഒക്കെ ആകുമ്പോൾ ഫുഡ് മുഖ്യം പികിലേ. പല പല ഹോട്ടലിൻ്റെ പേര് വന്നു, പല പല സ്ഥലങ്ങൾ വന്നു. അവസാനം നമ്മൾ തലാൽ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അബുദാബിയിൽ എവിടെയാണ് കേട്ടോ. എനിക്ക് വലിയ പിടിയില്ല ലൊക്കേഷനൊന്നും. ഹോട്ടലിൽ ചെന്നപ്പോൾ എനിക്കൊരു വെളിപാടുണ്ടായി. എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. അവസാനം ഞാനും അമ്മയും ചോറാണ് വാങ്ങിച്ചത്. കൂടിയിരുന്നവരെല്ലാം എന്നെ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇവളെന്തൊരു ജീവി എന്നായിരിക്കും നോക്കിയത്. കാരണം സ്ഥിരം വീട്ടിൽ കിട്ടുന്ന ചോറ് ആരെങ്കിലും ഹോട്ടലിൽ വന്ന് കഴിക്കുമോ? പക്ഷേ എനിക്കെന്തോ അന്നേരം ചോറ് കഴിക്കാൻ തോന്നി. കൂട്ടത്തി തേങ്ങായും മാങ്ങായും ഒക്കെ ചേർത്ത് വെച്ച കൊഞ്ചുകറിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു അയില പൊള്ളിച്ചതും കൂടെ പറഞ്ഞു. അമ്മയും ഞാനും ഓരോ അയില പൊള്ളിച്ചതും ചോറുമൊക്കെ മൃഷ്ടാനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന് ഫിഷ് ഗ്രില്ലും ബിരിയാണിയും ഒക്കെ തട്ടിവിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിഷ് ഗ്രില്ലിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചോറിൻ്റെ കൂടെ എപ്പോഴും പായസം കിട്ടുമല്ലോ. ഒരു മധുരം മുഖ്യമാണല്ലോ. അപ്പോൾ അതും ഞാൻ കുടിച്ചു. അങ്ങനെ വയറൊക്കെ തടവി ഏമ്പക്കമൊക്കെ വിട്ട് പതുക്കെ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ ഞങ്ങൾ അജയേട്ടൻ്റെ നിശ്ചയിച്ചൊരു അടുത്തും വന്നു. ഒരു ചെറിയ സുലൈമാനിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ അലയിലോട്ട്. ഇനി പിന്നെ കാണാവേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.